ഈ വർഷം ഡിസംബറോടെ കരിയർ അവസാനിപ്പിക്കുന്ന ജോൺ സിനയുടെ അവസാന എതിരാളി ആരായിരിക്കുമെന്ന ആകാംക്ഷ ഇപ്പോഴേ ആരാധകർക്കുണ്ട്. അതാരായാലും അമേരിക്കയിലെ വെസ്റ്റ് ന്യൂബറിയിൽ 1977 ഏപ്രിൽ 23 ജനിച്ച ജോൺ സിന തൻ്റെ 22ാമത്തെ വയസ്സിലാണ് റെസ്ലിംഗ് കരിയർ ആരംഭിക്കുന്നത്. 2005 ഏപ്രിൽ 3 അദ്ദേഹം ആദ്യം ലോക ചാമ്പ്യനാകുന്നത്. അതിനുശേഷം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ കരിയറാണ് ജോൺ സിനയ്ക്കുള്ളത്. 17 തവണ WWE ലോക ചാമ്പ്യനായ ജോൺ സിന 5 തവണ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ പട്ടവും നേടിയിട്ടുണ്ട്. റോയൽ റംബിൾസ് മത്സരങ്ങൾ ഒന്നിലധികം തവണ വിജയിച്ച 6 താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ജോൺ സിന. 2008-13 വർഷങ്ങളിലാണ് അദ്ദേഹം ഈയൊരു വിജയം നേടിയത്. സിനിമാഭിനയത്തിലും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു തുടങ്ങിയതോടെയാണ് ഈയിടെ നമുക്കറിയാം റെസ്ലിംഗ് വേദികളിൽ വല്ലപ്പോഴും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുള്ളൂ കഴിഞ്ഞ വർഷങ്ങളിൽ. എങ്കിലും ജോൺ സിന ശരിക്കും റെസ്ലിംഗിലെ ഒരു വികാരമാണ്, ഒരു നൊസ്റ്റാൾജിയാണ്. അതുകൊണ്ട് കൂടിയാവാം ഈയിടെയുള്ള നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിലുള്ള റിംഗ് അപ്പിയറൻസുകളിൽ അദ്ദേഹം ഇന്നലെ വന്നവന്മാരോട് പോലും തോൽക്കുന്നത് കാണുമ്പോഴും അനാവശ്യമായി ഇടിമേടിക്കുന്നത് കാണുമ്പോഴും ചെറിയൊരു സങ്കടം മനസ്സിൽ അങ്കുരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം റെസ്ലിംഗ് അല്ലാതെ മറ്റൊരു വാർത്തയിൽ കൂടി ഇടം നേടിയിരുന്നു ജോൺ സിന. 96ാമത്തെ ഓസ്കാർ അവാർഡ് വേദിയിൽ പൂർണ്ണ നഗ്നനായി എത്തുകയായിരുന്നു ഹോളിവുഡ് താരവും റെസ്ലിംഗ് താരവുമായ ജോൺ സിന. ഓസ്കാർ പ്രഖ്യാപനത്തിനിടെ എന്നും ഇത്തരം രസകരമായ എന്തെങ്കിലും കാര്യം ആ വേദിയിൽ സംഭവിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. 96ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ കാര്യങ്ങൾ രസകരമാക്കിയത് ജോൺ സിനയായിരുന്നു. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് പ്രഖ്യാപിക്കാനാണ് ഡോൾബി തിയേറ്ററിലെ വേദിയിലേക്ക് സീനയെ പരിപാടിയുടെ അവതാരകനായ ജിമ്മി കാമൽ ക്ഷണിച്ചത്. ആദ്യം അണിയറയിൽ നിന്നും മുന്നിലേക്ക് വരാൻ ജോൺ സിന മടി കാണിക്കുന്നു. തുടർന്ന് അദ്ദേഹം വേദിയിലേക്ക് എത്തുന്നു. വിജയുടെ പേര് എഴുതിയ കാർഡ് കൊണ്ട് നാണം മറച്ചാണ് അദ്ദേഹം വേദിയിലേക്ക് എത്തിയത്. പിന്നീട് ഒരു തുണിയുമായി എത്തി ജോണിൻ്റെ നാണം മറച്ചാണ് അവാർഡ് ആ സമയത്ത് പ്രഖ്യാപിച്ചത്. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അത്തവണത്തെ അവാർഡ് ഓസ്കാർ അവാർഡ് ലഭിച്ചത് പ്യുവർ തിങ്സ് എന്ന ചിത്രത്തിനായിരുന്നു. എന്തായാലും ഈ അവാർഡ് പ്രഖ്യാപനത്തിലെ ജോൺ സിനയുടെ ഈ ഒരു വരവ്, ഈ ഒരു അപ്പിയറൻസ്, ഈ ഒരു പ്രകടനം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതിനു മുമ്പ് 74-ലെ 46ാമത്തെ ഓസ്കാർ പ്രഖ്യാപന ചടങ്ങിൻ്റെ വേദിയിലേക്ക് ഒരു പുരുഷൻ നഗ്നനായി ഓടിക്കയറി പ്രതിഷേധിച്ച സംഭവവും അത് നടന്നതിൻ്റെ 50ാം വാർഷികവുമായിരുന്നു ആ ഒരു അവാർഡ് ദിവസം. അന്ന് 76-ൽ അവതാരകനായിരുന്ന ഡേവിഡ് നിബിൻ്റെ പിന്നിലൂടെ അജ്ഞാതനായൊരു വ്യക്തി പൂർണ്ണ നഗ്നനായി ഓടിക്കയറുകയായിരുന്നു. ഓസ്കാർ അവാർഡ് നിശകളിലെ ഏറ്റവും ഞെട്ടിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ആ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മികച്ച വസ്ത്രാലങ്കാര വിഭാഗത്തിൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന വേളയിൽ 96ാമത്തെ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ ഇത്തരമൊരു നാടകം ജോൺ സിന പുനരാവിഷ്കരിച്ചത്. ഏതായാലും പെട്ടെന്ന് തന്നെ സീന റെസ്ലിംഗ് ആരാധകരല്ലാത്തവരുടെ ഇടയിലും ആ സമയത്ത് ശ്രദ്ധേയനാവുകയായിരുന്നു. ഇതിലും എത്രയോ മികച്ച അപ്പിയറൻസുകൾ സീന റിങ്ങിൽ നടത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്.